വന്ദനം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു കൊച്ചു പ്രസംഗമാണ്. ശുചിത്വം എന്ന് വെച്ചാൽ ഏതൊരു വ്യക്തിക്കും വേണ്ട ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. ഇത് നമ്മുടെ ആരോഗ്യത്തെ വളരെ അധികത്തിൽ സ്വാധീനിക്കുന്നു. ശുചിത്വം എന്ന് വെച്ചാൽ നമ്മുടെ വീടും ചുറ്റുപാടും നാടും മണ്ണും ജലവും വായുവും ഒക്കെ മാലിന്യ വിമുക്തമാക്കുക എന്നതാണ്. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ ചൊല്ല്. ശുചിത്വശീലങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ പാലിച്ചു തുടങ്ങണം. 2 നേരം കുളിക്കുകയും പല്ല് തേക്കുകയും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും നഖങ്ങൾ മുറിച്ച് വൃത്തിയാക്കുകയും ചെയ്യുകയാണ് നമ്മൾ വ്യക്തിശുചിത്വം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ വീടും പരിസരവും മാത്രം വൃത്തിയാക്കിയാൽ പോരാ. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും നാടും വൃത്തിയാക്കാനുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. വ്യക്തിശുചിത്വത്തിന്റെ പ്രാധാന്യം നമ്മൾ കൊറോണ കാലത്ത് കണ്ടതാണല്ലോ. അങ്ങും ഇങ്ങും തിരിഞ്ഞു നോക്കിയാൽ പൂത്തു കിടക്കുന്ന മരങ്ങൾ മാത്രം എന്നല്ലേ പണ്ട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നമ്മുടെ കേരളത്തെ വിശേഷിപ്പിച്ചത്. പക്ഷെ ഇന്നോ അങ്ങും ഇങ്ങും തിരിഞ്ഞു നോക്കിയാൽ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ മാത്രം. ഇതിനൊക്കെ കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. ഒരു ശുചിത്വ സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉറപ്പായും ഉണ്ടാകണം. നമ്മുടെ ഫാക്ടറികളിലെയും ആശുപത്രികളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും നമ്മുടെ വീടുകളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടിടുകയും ഇതിൽ ക്ഷുദ്രജീവികളായ ഈച്ച, കൊതുക്, എലി എന്നിവ കൂടുകൂട്ടുകയും ഇതുമൂലം ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, ടൈഫോയിഡ്, കോളറ തുടങ്ങിയ പകർച്ചവ്യാധികൾ നമുക്ക് പിടിപെടുകയും ചെയ്യും. ഇത്തരം രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണയാണ്. ഇതിനൊക്കെ പോരാടണമെങ്കിൽ നമ്മൾ ശുചിത്വം എന്തായാലും പാലിച്ചുകൊണ്ടിരിക്കണം. എന്റെ നാട് ശുചിത്വമാണ് എന്ന സന്ദേശം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകട്ടെ എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കൂൾ തലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ല, നിങ്ങൾ തന്നെ സബ്ജില തലത്തിൽ സെലക്ട് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാൻ നാളെയും പരിപാടി ഉണ്ടല്ലോ.